മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഏഷ്യയിലെ മറ്റ് മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ, സൗത്ത് കൊറിയൻ മാർക്കറ്റുകൾ സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. തൈവാൻ മാർക്കറ്റും ഓൾമോസ്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ചൈനയിലും ഹോങ്കോങ്ങിലും നല്ല രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ട്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റുകളിലെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഡെക്സുകളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക്, അതുപോലെ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സ് ഒക്കെ ബെറ്റർ ആയിരുന്നു. റസൽ 2000 ഇൻഡെക്സും ബെറ്റർ ആയിരുന്നു. അതേസമയം S&P 500 ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ മാനുഫാക്ചറിങ് ഇൻഫ്ലേഷൻ ഡാറ്റ വന്നിരുന്നു, ബിലോ എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റയും ബിലോ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഡാറ്റകൾ സൂചിപ്പിക്കുന്നത് US ഫെഡ് അടുത്ത മീറ്റിങ്ങിലൊന്നും തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള ഡിസിഷൻ എടുത്തേക്കില്ല എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ടെക്നോളജി സ്റ്റോക്കുകൾ മെജോറിറ്റി ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മെമ്മറി റിലേറ്റഡ് സ്റ്റോക്കുകളും ഇന്നലെ അമേരിക്കയിൽ നല്ല രീതിയിൽ മുന്നേറിയിട്ടുണ്ട്. പൊതുവെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. അതേസമയം യൂറോപ്പിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ മെജോറിറ്റി മാർക്കറ്റുകളും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കാണ്. ഇന്നലെ ഏഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ വീണ്ടും ക്ലോസിംഗ് ഓപ്ഷൻ സെഷനിൽ BSE സെൻസസ് വലിയ വൊളാറ്റിലിറ്റി ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വൊളാറ്റിലിറ്റി തീർച്ചയായിട്ടും മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വോളിയം ഒരുപക്ഷെ വീണ്ടും താഴെ വന്നേക്കാം ഇത്തരത്തിലുള്ള ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ സിറ്റിലാവുന്നവരെ, അതായത് ഒരു സ്റ്റേബിൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് വരെ. ഇനി കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ കമോഡിറ്റികളിൽ ഇന്നലെ നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. ഗോൾഡിലാണ് ഏറ്റവും കൂടുതൽ വൊളാറ്റിലിറ്റി കാണുന്നത്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $4320 പെർ ഔൺസിനാണ്. ഇന്നലെ മോർണിംഗിൽ $4410 പെർ ഔൺസ് ആയിരുന്നു. അറൗണ്ട് $90 താഴെയാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവറും അത്തരത്തിലുള്ളൊരു വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. മറ്റ് കമോഡിറ്റികളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ട് തന്നെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്, മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ രൂപി US ഡോളറിന് അഗൻസ്റ്റ് ആയിട്ട് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. 95.40 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകൾ തന്നെയാണ് മേജറായിട്ടുള്ള ഇവൻ്റ് ആയിട്ടുള്ളത്. ഇന്നലെ പുറത്ത് വന്നിട്ടുള്ള റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ എൻജിനീയേഴ്സ് ഇന്ത്യ, വെൽസ്പൻ ലിവിങ്, സോളാർ ഇൻഡസ്ട്രീസ്, ഗാലക്സി സർഫക്റ്റൻസ്, അതോടൊപ്പം തന്നെ HMA അഗ്രോ ഇൻഡസ്ട്രീസ്, ഹൊണാസ കൺസ്യൂമർ, VST ടില്ലേഴ്സ്, ജെനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ, ഈ LG ഇലക്ട്രോണിക്സ്, മാൻ ഇൻഡസ്ട്രീസ്, ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം തന്നെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് Q1 റിസൾട്ടുകൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ആ റിസൾട്ടുകളുടെ ഒരു ഇമ്പാക്റ്റൊക്കെ ഇന്നലെ തന്നെ പല സ്റ്റോക്കുകളിലും ഉണ്ടായിരുന്നു. ഇന്നും ഒരുപക്ഷെ പോസിറ്റീവ് ഇമ്പാക്റ്റൊക്കെ ഈ സ്റ്റോക്കുകളിൽ കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ധാരാളം ഓർഡർ ബാക്കിംഗ് ന്യൂസുകളൊക്കെയുണ്ട്. ഇന്നലെ L&T 10,000-നും 15,000 കോടി രൂപയ്ക്കും ഇടയിലുള്ള ഒരു ഓർഡർ ബാക്ക് ചെയ്തിരുന്നു. NVIDIAയിൽ നിന്നാണ്, പോസിറ്റീവാണ്. ഓസ്വാൾ പമ്പ്സ് 78 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. DCW അടുത്ത 3 വർഷത്തേക്ക് 250 കോടി രൂപ സ്പെൻഡ് ചെയ്യാണ്, എക്സ്പാൻഷന് വേണ്ടിയാണ്. അതോടൊപ്പം തന്നെ എസ്കോട്ട്സ് 2 പുതിയ ട്രാക്ടർ മോഡൽസ് കൂടി ഇന്നലെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഒപ്പം നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന മിൽക്കി മിസ്റ്റ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നു. 59.08 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. ലിസ്റ്റിംഗ് ഗെയിനോട് കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള മറ്റ് 2 IPOs ബെഹാർലാൽ എഞ്ചിനീയറിങ് 8.47 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. സെക്കൻഡ് ഷിപ്പ് റോക്കറ്റ് 3.26 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ NSE SMEയിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിരുന്ന ക്രെഡൻറ്റ് കണക്റ്റ് 2.18 ടൈംസ് ആദ്യത്തെ ദിവസം ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 3 IPOസിലും ഇൻവെസ്റ്റേഴ്സിന് അപ്ലൈ ആവുന്നതാണ്, ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. മറ്റു ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം റിവാമ്പ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ജുവല്ലേഴ്സിനൊക്കെ 1% ഇൻസെൻറ്റീവ് നൽകിയിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ജുവല്ലേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ B2B സെഗ്മെൻറ്റിലുള്ള ജുവലറി കമ്പനികളെ സംബന്ധിച്ചും
പോസിറ്റീവ് തന്നെയാണ്. പ്രത്യേകിച്ച് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒന്നും തന്നെ വന്നിട്ടില്ല, ന്യൂസ് ഫ്ലോസ് മാത്രമാണ്. ഒപ്പം മറ്റു ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് കണ്ടിന്യൂ തന്നെയാണ്. അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ഒന്നും തന്നെ വലിയ രീതിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ NYMEX ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിലോ ഇപ്പോൾ കാണുന്നില്ല. ഞാൻ മുമ്പ് പോഡ്കാസ്റ്റുകളിൽ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. എന്നിരുന്നാലും ഇന്ത്യനെ സംബന്ധിച്ച് Q1 റിസൾട്ട് സീസൺ നാളത്തോടുകൂടി അവസാനിക്കുകയാണ്. അതിനുശേഷം ഓവറോൾ അസസ്മെൻറ്റിന് ശേഷമാണ് അടുത്ത ആഴ്ച മുതൽ മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നത്. ഒപ്പം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഇമ്പാക്റ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റിലിരിക്കുന്ന പൊസിഷൻസിലെല്ലാം തന്നെ അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നൊരു കാര്യം കൺസിഡർ ചെയ്യാവുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഫെബ്രുവരി ഏപ്രിൽ മാസം വരെ, അതായത് അടുത്ത ഫെബ്രുവരി ഏപ്രിൽ മാസം വരെ. ഫെബ്രുവരി ഏപ്രിൽ മാസങ്ങളിലാണ് പല പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലെയും അസംബ്ലി ഇലക്ഷൻസ്. ആ അസംബ്ലി ഇലക്ഷൻസിൻ്റെ റിസൾട്ടുകൾക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.